ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ നമ്മളെ നീലൂട്ടി എണീച്ച് അവളെ ജോലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കിച്ചണിൽ നിന്ന് പുട്ടും പയറുമാണ്. അപ്പം പുട്ടും ചെറുപയർ പുഴുങ്ങിയതുമാണ്. അപ്പം ഞാൻ രാവിലെ കുറച്ച് പയർ പുഴുങ്ങാൻ വേണ്ടി വച്ചിട്ട് കുറച്ച് കെറ്റിലിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടു കൂടി ചെമ്പാ പുട്ടുപൊടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പം ഇതും കൂടി ആകുമ്പം ചെമ്പാ പുട്ടുപൊടി തീരും. ഇനി ഈ ഇടയ്ക്കൊന്നും ഈ പുട്ടുപൊടി വാങ്ങിക്കില്ല. ഇനി വാങ്ങിക്കുന്നെങ്കിലും വൈറ്റ് പുട്ടുപൊടിയേ വാങ്ങിക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പോഴത്തേക്ക് കുറച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുട്ടിനുള്ള നനവായി കിട്ടും. പിന്നെ പുട്ടിന് തേങ്ങ തിരുവണം. അപ്പം ഞാൻ ഇങ്ങനെ തേങ്ങ തിരികൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ചിയാ സീഡിട്ട് കുറച്ച് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചത് കുടിച്ചു. അപ്പോഴത്തേക്ക് മീനിന് ഹോണടി കേട്ടിട്ട് ഞാൻ പിന്നെ മീൻ വാങ്ങിക്കാൻ പോയി. നീലുവിൻ്റെ അച്ചാമ്മേനെ അച്ചാച്ചനെ ഏൽപ്പിച്ചിട്ട് ഞാൻ മീൻ വാങ്ങിക്കാൻ പോയി. അപ്പം ഇന്ന് മീൻ കിട്ടിയത് ഇന്ന് കണവയാണ്. അപ്പം നമുക്ക് കണവ കൂന്തൽ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിത് തോരൻ വയ്ക്കാം. പിന്നെ ഇന്നലത്തെ ഒരു മീൻ ചെറിയ കൊഴിയാള മീനുണ്ടായിരുന്നു, അത് നമുക്ക് കറിയും വയ്ക്കാം. പിന്നെ റൂമിലൊന്ന് നീലുവിനെ കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് അവളെ കിടത്തി ഉറക്കിയ ശേഷം പിന്നെ ഇവിടെ പുട്ടും റെഡി ആയിട്ടുണ്ട്, പയർ പുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻകറി അടുപ്പത്ത് വെച്ചു. മീൻകറിയുമായി പിന്നെ ഇന്നലെ വെച്ച കുറച്ച് ഉള്ളിപ്പുളി എന്നൊക്കെ പറയും, അതും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നീലൂട്ടിന് കുറുക്ക് കൊടുക്കാൻ ടൈമായി. കുറുക്കല്ല, ഞാൻ എന്തോ ഫ്രൂട്ട്സ് ആണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം അകത്ത് ഹൈ ചെയർ വാങ്ങിച്ചിട്ട് അതിനകത്തിരുന്ന് അവളൊട്ടും കുടിക്കില്ല. 2-3 ടീസ്പൂൺ മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി നടന്ന ആകാശവും മരങ്ങളൊക്കെ കണ്ടിട്ട് അവൾ കുറച്ച് കുടിക്കും. അപ്പോഴത്തേക്ക് നമ്മളിവിടെ കണവത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പുട്ടും പയറും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പുട്ടും പയറും കഴിച്ചു. അപ്പോഴത്തേക്ക് നീലൂട്ടനെ പിന്നെ കുളിപ്പിച്ച് സുന്ദരിയാക്കി കരിയൊക്കെ വരച്ച് അവൾ എൻ്റെ മടിയിൽ കിടന്ന് കുറച്ച് നേരമൊക്കെ ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പം നീലൂട്ട എണീച്ച് ഇവിടെ കളിയും തുടങ്ങി. അവൾ എന്തോ അവിടെ ഇരുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് കളിക്കുന്നത്. അവൾ ടോയ്സൊന്നും വേണ്ട. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് മീൻകറിയും അച്ചാറും കണവത്തോരനുമായിരുന്നു. അപ്പം അതും കൂട്ടി നല്ലോണം കഴിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ നീലൂട്ടനെ കുറച്ച് നേരം കൊഞ്ചിക്കാമെന്ന് വിചാരിച്ചു. നീലൂട്ടനുള്ള ഫുഡും കൊടുത്ത ശേഷം നീലൂട്ടനെ കുറച്ച് നേരം കൊഞ്ചിക്കാമെന്നൊക്കെ വിചാരിച്ചു. കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് പൊക്കുന്നതും കറക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം കീക്കിളിയൊക്കെ ആക്കും. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഗോഷ്ടി കാണിക്കുന്നത്, അവളെ കൊഞ്ചിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വയറിൽ ഇങ്ങനെ ആട്ടുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നീലൂട്ട ഇന്ന് ഇരുന്ന ദിവസമാണ് കേട്ടോ. ഇന്ന് നല്ലോണം സപ്പോർട്ടൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരുന്നു. ബാലൻസ് ഇട്ടത് ഇങ്ങനെ ആടുന്നുണ്ട്, എന്നാലും അവൾ സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നല്ലോ. പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കുന്നുണ്ട്. അവളെ സേഫ്റ്റി നോക്കിയിട്ട് അവൾ ഇരിക്കാറുള്ളൂ. പിന്നെ ഉച്ചയായപ്പോൾ അവൾ കിടന്ന് ഉറങ്ങി. അവൾ നല്ല സുഖം ഉറങ്ങി. എൻ്റെ കയ്യിലിരുന്ന് അവൾ കുറേ നേരം കിടന്ന് ഉറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ കുറച്ച് നേരം ഞാനും അവളും കുറച്ച് നേരമൊക്കെ കൊഞ്ചിച്ച് കാര്യവും പറഞ്ഞ് എന്നൊക്കെ ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ നീലൂട്ടനെ കുളിപ്പിച്ച് വെള്ളയൊക്കെ ഇട്ടിട്ട് കുളിപ്പിച്ച് നമ്മൾ നേരെ വയലിലോട്ടൊക്കെ പോയി. വയലിൽ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളെ ചൂച്ചീനെയൊക്കെ തുറന്നു വിട്ടു. ചൂച്ചി ബൗബുവിനെയൊക്കെ തുറന്നു വിട്ടു. അവളെ ചൂച്ചീനെയൊക്കെ കണ്ടുകൊണ്ട് ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് രാത്രിക്കാലത്തുള്ള ഫുഡും അവൾക്കുള്ള കുറുക്കൊക്കെ കൊടുത്തിട്ട് അവൾ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.